ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീടുകളിൽ എങ്ങനെ സ്ട്രോബെറി ജാം ഉണ്ടാക്കാമെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സ്ട്രോബെറി ജാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 200 ഗ്രാം സ്ട്രോബെറിയാണ്. നമ്മൾ കപ്പിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 1 കപ്പ് നിറച്ച് ഹീപ്ഡായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ വെറുതെ 2-3 പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി പീസസായിട്ട് കിടക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി നന്നായിട്ട് മിക്സിയിലിട്ട് പ്യൂർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഏകദേശം ഒരു 180 ഗ്രാംസോളം ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ നീര്, ഏകദേശം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഈ പഞ്ചസാരയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ സ്ട്രോബെറി ഉടയാനായിട്ട് വളരെ എളുപ്പമായിട്ട് ഉടയാൻ പറ്റും. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കിടക്കണം, കുറച്ച് സ്ട്രോബെറീസ് ഉടഞ്ഞു പോകണം, ആ രീതിയിൽ. ഈ ഒരു പരുവത്തിലാണ്. കുറേയൊക്കെ ഉടഞ്ഞു, കുറച്ച് പീസസായിട്ടും കിടപ്പുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഈ മിക്സർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല വെള്ളം പോലെയല്ലേ ഇരിക്കുക. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ സ്ട്രോബെറിയിൽ നിന്നും വെള്ളം ഇറങ്ങും, പഞ്ചസാര അലിഞ്ഞിട്ടുള്ള വെള്ളവും. നല്ല ലിക്വിഡിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് നല്ല തിക്കായിട്ട് വരണം, ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസി ആവണം. ഇപ്പം ജാം ഉണ്ടാക്കുമ്പം നമുക്ക് ഷുഗർ തെർമോമീറ്റർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഷുഗർ തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 104 അല്ലെങ്കിൽ 105 ഡിഗ്രി സെൽഷ്യസിലാവണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കാണ് ആ ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ അതില്ല എങ്കിൽ നമ്മൾ ഇത് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ്സ് സമയം നോക്കുക. ആ സമയം കൊണ്ട് ഒരു ജാം കൺസിസ്റ്റൻസി ആവും. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ലോ ഹീറ്റിലിടുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ്സ് സമയം കൊണ്ട് നമുക്ക് ജാം കൺസിസ്റ്റൻസി ആവും. സാധാരണ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ ജാം വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കളറ് കാണും, പ്രിസർവേറ്റീവ് കാണും, സ്റ്റെബിലൈസർ, അങ്ങനെ ധാരാളം കെമിക്കൽസൊക്കെ ചേർത്ത് ഉണ്ടാക്കുക. അപ്പോൾ അത് ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുക. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള ജാമാണ്. ഷുഗർ ഉണ്ടാവും, ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ആ ജാം കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അതൊന്നും ചേർക്കാതെ ഉള്ള ജാമാണ്. എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം നോക്കിയാൽ ഇതൊരു 100 ഡിഗ്രി ആയിട്ടുള്ളൂ. കുറച്ച് നമുക്കൊരു 104-105 ഡിഗ്രി സെൽഷ്യസ് ആവണം, അല്ലെങ്കിൽ 220 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇപ്പം നോക്കിയാൽ 105 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ബോട്ടിൽസ് ആണ്. ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത്. ഗ്ലാസ് ബോട്ടിൽ വേണം ജാം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ അത് ഗ്ലാസ് ബോട്ടിൽ നിങ്ങൾ എടുക്കുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അടപ്പും ഈ കുപ്പിയും കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇമ്മേഴ്സ് ചെയ്ത് തിളപ്പിക്കുക. വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇനി ചൂടോടെ വേണം നമ്മൾ ജാം ബോട്ടിലേക്ക് പാകാനായിട്ട്. അങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കൗണ്ടറിലൊക്കെ വെക്കുന്നെങ്കിൽ ചിലപ്പോൾ ചൂട് അടിച്ച് ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു തടി കഷ്ണത്തിൻ്റെ മേലെ വെക്കുക. വെച്ചിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ ചൂടോടെ ഇരിക്കുമ്പോൾ നമുക്ക് ജാം ഇച്ചിരി ലൂസായിട്ട് തോന്നും. അത് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ അളവിൽ നിന്ന് 200 ml ആണ് കിട്ടുക. 200 ml ജാമാണ് കിട്ടുക. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ജാമാണ്. ഇത് കൂളായതാണ്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ജാം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching Mahima's Cooking Class.